കേരളത്തിന്റെ മതസൗഹാർദ്ദ മോഡലായി തൃശൂരിൽ നിന്നുള്ള ഒരു നോമ്പുതുറ. തൃശൂർ വെങ്കിടങ്ങിൽ ക്ഷേത്രോത്സവത്തിൽ ആനയോടൊപ്പം എത്തിയ പാപ്പാനും ഉടമയുമായ താമരശ്ശേരി സ്വദേശി സൈനുദ്ദീന്റെ നോമ്പുതുറ വീഡിയോ ആണ് ഇപ്പോൾ കേരളം ഏറ്റെടുത്തിരിക്കുന്നത്. ആനയുടെ കാൽച്ചുവട്ടിലിരുന്ന് ക്ഷേത്രം കമ്മിറ്റിക്കാരുടെ കരുതലും സ്നേഹവും ഏറ്റുവാങ്ങിയായിരുന്നു ആ നോമ്പുതുറ. കേരളത്തിൽ പലയിടത്തും ഉത്സവങ്ങൾ ഇങ്ങനെ പൊടി പൊടിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ നോമ്പുകാലവുമായി. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ വലിയ തോതിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ആളുകളൊക്കെ തന്നെ ഏറ്റെടുക്കുകയും ചെയ്തു. ഏറ്റവും മനോഹരമായൊരു കാഴ്ചയായിരുന്നു ഈ ഒരു നോമ്പുകാലത്തെയും ഉത്സവകാലത്തെയും നമ്മളാ കണ്ടത്. ആ വീഡിയോ ആണ് നമ്മൾ കണ്ടത്. ആ വീഡിയോയിൽ ഉണ്ടായിരുന്നത് അക്കരമേൽ ശേഖരൻ എന്ന് പറയുന്ന ആനയും ആ ആനയുടെ ചട്ടക്കാരനും അതിനോടൊപ്പം തന്നെ ഉടമയുമായ താമരശ്ശേരി സ്വദേശിയായ സൈനുദ്ദീനുമാണ്. ഇരുവരുടെയും വിശേഷങ്ങളാണ് നമ്മളിവിടെ പങ്കുവയ്ക്കുന്നത്. സൈനിക്ക് എന്നുള്ളത് തൃശ്ശൂർ വാടാനപ്പള്ളിയിലാണ്. സൈനിക്ക് ആ തിരക്കിലാണോ? ചെറിയ തിരക്കിലാണ്, പൂരത്തിരക്കാണ്. ഇന്ന് പരിപാടി ഉണ്ട്, ഇന്നലെ ഇല്ലായിരുന്നു, ഇന്ന് പരിപാടി ഉണ്ട്. അപ്പം കഴിഞ്ഞ ദിവസം മുല്ലശ്ശേരി ആ ഭാഗത്ത് വെങ്കിടങ്ങ് ഭാഗത്താണല്ലേ, ആ ഒരു ഉത്സവത്തിൻ്റെ ഇടയിലാണ് നോമ്പുതുറ സമയം വന്നതല്ലേ പ്രാവശ്യം? അതെ അതെ അതെ, അവിടെ 9 മണി പരിപാടി ഉണ്ടായത്. അപ്പോൾ കൂട്ടിയെന്നുള്ളപ്പിന് സമയത്താണ് ബാങ്ക് കൊടുത്തത്. ആ സമയത്ത് നോമ്പ് തുറക്കണതാണ്. ആരോ വീഡിയോ പകർത്തിയിട്ട് അങ്ങനെ ഷെയർ ചെയ്ത് പോയത്. കുറേ കാലമായോ ഈ ആന? 10-20 വർഷമായി ആന ഫീൽഡിലായിട്ട്. ഞാൻ പിന്നെ വല്യപ്പാന കാലത്തെ ആന ഉണ്ട്, പാരമ്പര്യമായിട്ട് ഇങ്ങനെ വരികയാണ്. പിന്നെ പൂരപ്പറമ്പിലേക്ക് ഇറങ്ങിയത് 13 വർഷത്തോളമായി. ശേഖരനായിട്ട് ഉള്ള ഒരു നിമിഷങ്ങൾ എങ്ങനെയാണ്? ഫ്രണ്ട്ലിയാണ്. ഇക്കാകെ ഹാപ്പിയാണ് അതിൻ്റെ ഒപ്പം ഉള്ളപ്പോൾ. അതേപോലെ ഇക്കാകെ എപ്പോഴും ഒപ്പമുള്ളത് മൂപ്പയാൾക്ക് ഹാപ്പിയാണ്. ഉത്സവ സീസണൊക്കെ കഴിഞ്ഞിട്ടാണ് സാധാരണ ഈ നോമ്പുകാലം വരാറുള്ളത് അല്ലേ? അപ്പോൾ ഇത്തവണ മാത്രമാണോ? ഇത് മുമ്പും ഇങ്ങനെ നമ്മൾ നോമ്പ് തുറക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്? 2-3 വർഷമായിട്ട് ഇപ്പോൾ പൂരത്തിന് ആ സമയത്താണ് നോമ്പ് വരുന്നത്. നോമ്പ് തുറക്കാറുണ്ട്, പള്ളി കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ ഇതിങ്ങനെ എങ്ങനെയോ വൈറലായി. ശരിക്കും യഥാർത്ഥ കേരള സ്റ്റോറി ഇതാണ് എന്ന് പറഞ്ഞിട്ടാണ് ഈ സമൂഹ മാധ്യമങ്ങളിലും അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് വരുന്ന വീഡിയോ കാണുന്നത്. അപ്പോൾ ആ ഒരു ഉത്സവപ്പറമ്പിൽ നിന്ന് നോമ്പ് തുറക്കുമ്പോൾ അങ്ങനെയുള്ളൊരു സപ്പോർട്ട് അതെങ്ങനെയായിരുന്നു? അങ്ങനെ വേർതിരിവ് ഉണ്ടാവാറില്ല. അത് അവർ കണ്ടറിഞ്ഞ് കൊണ്ടുവന്നതാണോ അതോ നേരത്തെ പറഞ്ഞിരുന്നു എനിക്ക് നോമ്പ് തുറണ്ടെന്ന് പറഞ്ഞിരുന്നോ? ഭക്ഷണം സമയമായപ്പോൾ ഭക്ഷണം വേണ്ടെന്ന് ചോദിച്ച്, നല്ല നോമ്പുണ്ടെന്ന് പറഞ്ഞു. അപ്പം എന്നാൽ വൈകുന്നേരം തുറക്കാനുള്ള സെറ്റാക്കാമെന്ന് പറഞ്ഞു. ഞാൻ പിന്നെ അങ്ങനെ വേണ്ട, ഞങ്ങളെന്താ ചെയ്തോളാന്ന് പറഞ്ഞു. അവിടെ നോക്കുമ്പോൾ കടകളൊന്നും കാണാനില്ല. അപ്പോൾ ഞാൻ മനസ്സിലിങ്ങനെ ഓർത്ത്, ചോദിച്ചൊരാളുണ്ടായിരുന്നല്ലോ, ആളെന്തെങ്കിലും കൊണ്ടുവന്നാൽ കഴിക്കാമെന്ന്. ആ സമയത്താണ് കറക്റ്റ്, ആ സമയത്താണ് അദ്ദേഹം കുറച്ച് ഫ്രൂട്ട്സ് ജ്യൂസ് കൊണ്ടുവന്ന്. ഇദ്ദേഹമാണ് അന്ന് കൊണ്ടുകൊടുത്തത്? ഞാൻ നമ്മളെ കമ്മിറ്റിയിൽ തന്നെയാണ്. അപ്പോൾ എനിക്കും നോമ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലേക്ക് ക്ഷണിച്ചു, നോമ്പ് വീട്ടിൽ നിന്ന് ഇറക്കാം. അപ്പോൾ പൂരത്തിൻ്റെ ടൈം അതായതുകൊണ്ട് ഇല്ല, ആരുടെ അടുത്തുനിന്ന് വരാൻ കഴിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇക്കാക്കും ഉള്ളത് ഞാൻ അങ്ങനെ പാക്ക് ചെയ്തിട്ട് കൊടുന്നു കൊടുക്കാൻ ഞാൻ അങ്ങനെ പോവുകയും ചെയ്തു. പിന്നെ വീഡിയോ എടുത്തിരുന്നു നമ്മുടെ നാട്ടിലെ ഒരു ഇൻസ്റ്റാ പേജിൽ ഒരു ചേട്ടൻ. അപ്പോൾ ആള് ഈ വീഡിയോ ഇട്ടു, അത് റീച്ചായി. നോമ്പ് തുറന്ന് വരുമ്പോഴത്തേനും വീഡിയോ റീച്ചായി കഴിഞ്ഞിരുന്നു. അപ്പോൾ എന്തായാലും ഈ ഒരു യഥാർത്ഥ കേരള സ്റ്റോറി എന്തായാലും കേരളം മുഴുവൻ ഏറ്റെടുത്ത് കഴിഞ്ഞു. അത് എല്ലാവർക്കും ഒരു മാതൃകയാണ് എന്ന് നമുക്കിപ്പോൾ പറയേണ്ട കാര്യമില്ല. കാരണം കേരളം ഇങ്ങനെയാണ്. മണികണ്ഠനൊപ്പം MS ലിഷോയ്, മാതൃഭൂമി ന്യൂസ്, തൃശ്ശൂർ. കണ്ടോ, ഇതാണ് നമ്മുടെ കഥ, നമ്മുടെ നാടിന്റെ കഥ. സൈനുദ്ദീൻ പറഞ്ഞ വാക്കുകൾ ശ്രദ്ധിച്ചു. അങ്ങനെ ആരും തമ്മിൽ പ്രത്യേകിച്ച് വേർതിരിവൊന്നും ഇല്ലാന്ന്. ഒരാൾ ചോദിച്ചു ഭക്ഷണം കഴിക്കാറായോ എന്ന്. അപ്പോൾ നോമ്പുണ്ടെന്ന് പറഞ്ഞപ്പോൾ കൃത്യം വാങ്ങു കൊടുക്കുന്ന സമയത്ത്, നോമ്പുതുറയ്ക്ക് ആ സമയത്ത് കൃത്യമായി അവിടെ ഭക്ഷണം എത്തിച്ചു നൽകി എന്നുള്ളതാണ്. അതാണ് മതസൗഹൃദത്തിന്റെ, മതസാഹോദര്യത്തിന്റെ, നന്മയുടെയൊക്കെ കാഴ്ച. നമുക്കപ്പം MS ലിഷോയ് ചേരുന്നുണ്ട് തത്സമയം. ലിഷോ, ഇത് തന്നെയാണ് ദി റിയൽ കേരള സ്റ്റോറി. കഴിഞ്ഞ ദിവസം നമ്മൾ മലപ്പുറത്ത് നിന്നുള്ള റിപ്പോർട്ട് പങ്കുവച്ചിട്ടുണ്ടായിരുന്നു മതസാഹോദര്യത്തിന്റെ. ഇപ്പോൾ ആ കാഴ്ച വരുന്നത് തൃശ്ശൂരിൽ നിന്നാണ്. തൃശ്ശൂരിലൊരു പ്രത്യേകത എന്ന് പറയുന്നത്, തൃശ്ശൂരിൽ ഈ ഉത്സവങ്ങളൊക്കെ നടക്കുമ്പോൾ ഒരു തരത്തിലുള്ള ജാതി മത വ്യത്യാസങ്ങളൊന്നും തന്നെ ഉണ്ടായില്ല. കാരണം നമ്മൾ തൃശ്ശൂർക്കാർ പറയാം, ഈ തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത് ഏറ്റവും അധികം അതിൽ പങ്കാളികളാകുന്നത് ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്ന് പെട്ടവരും ഒക്കെ തന്നെയാണ്. അതുപോലെ തന്നെ തൃശ്ശൂർ റൗണ്ടിൽ നോക്കുകയാണെങ്കിൽ തന്നെ എല്ലാ ആരാധനാലയങ്ങളും തൊട്ടടുത്തടുത്ത് തന്നെയാണുള്ളത്. അതുപോലെ തന്നെ എല്ലാ ഉത്സവങ്ങൾക്കും അങ്ങനെയൊക്കെ തന്നെയാണ്. കേരളം മുഴുവൻ അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഈ ഒരു സംഭവം നടന്നത്, ഈ നോമ്പുതുറ, ഈ
ആനയുടെ കാൽ ചുവട്ടിലിരുന്ന് അല്ലെങ്കിൽ കാലിനടുത്തിരുന്ന് ഈ നോമ്പ് തുറക്കുന്ന സൈനിക നോമ്പ് തുറക്കുന്ന ഒരു സമയമെന്ന് പറയുന്നത്. അപ്പോൾ അത് സംഭവിക്കാനിടയായ ഒരു കാര്യം എന്ന് പറയുന്നത് നേരത്തെ കമ്മിറ്റിക്കാർ വന്ന് ചോദിച്ചു ഭക്ഷണത്തിന് വേണ്ടി ഭക്ഷണം എന്താണ് ഒരുക്കേണ്ടതെന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഭക്ഷണം കഴിക്കാനൊക്കെ വിളിച്ചു. അപ്പോൾ ആ ഒരു സമയത്ത് ഈ സൈനിക പറഞ്ഞു നോമ്പിലാണ്, അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഭക്ഷണം വേണ്ട എന്ന് പറയുകയാണ് ഉണ്ടായത്. അപ്പോൾ ആ നോമ്പ് തുറക്കാനുള്ള ഒരു സമയത്ത് എങ്ങനെയെങ്കിലും പെട്ടെന്ന് ഭക്ഷണമൊക്കെ തൊട്ടടുത്ത് തന്നെ ഉണ്ടാകും, അത് അവിടെ നിന്ന് കടകളിൽ നിന്നോ മറ്റോ പോയി കഴിക്കാമെന്നുൾപ്പെടെയുള്ള കാര്യങ്ങളായിരുന്നു ചിന്തിച്ചിരുന്നത്. പക്ഷേ ആ ഒരു സമയത്ത് അതിനെ പറ്റിയൊരു സാഹചര്യം ഒന്നുമല്ലായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ആ കമ്മിറ്റിയിലുള്ള ആളുകൾ തന്നെ ഇങ്ങോട്ടേക്ക് എത്തി ഈ നോമ്പ് തുറയ്ക്ക് വേണ്ടിയുള്ള സൗകര്യമൊക്കെ തന്നെ ഒരുക്കി നൽകുന്നത്. എന്തായാലും മനോഹരമായൊരു കാഴ്ച തന്നെയാണ്. ആ വീഡിയോ ഒരാൾ ആ ഭാഗത്ത് നിന്ന് പകർത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പകർത്തുക മാത്രമല്ല, അത് വലിയ തോതിൽ കേരളത്തിൽ എല്ലായിടത്തും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയും ചെയ്തു എന്നുള്ളത് മറ്റു പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും അത് എല്ലാവരും ഏറ്റെടുത്തു എന്ന് മാത്രമല്ല, ഒരു പുതിയ കേരള മോഡൽ എന്നുള്ള തരത്തിൽ, അതായത് ഈ കേരള സ്റ്റോറി എന്നുള്ള തരത്തിൽ റിയൽ കേരള സ്റ്റോറി തന്നെയാണ്. ഇതാണ് കേരളത്തിലെ ഒത്തൊരുമയുടെ കാഴ്ച.